ഹാഫ് ആഡറുകളെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു ഹാഫ് ആഡർ എന്നത് നമ്പറുകൾ കൂട്ടിച്ചേർക്കുന്ന ഒരു തരം ആഡർ അഥവാ ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ഹാഫ് ആഡറിന് രണ്ട് ഒറ്റ ബൈനറി ഡിജിറ്റുകളെ സംയോജിപ്പിക്കുവാനും തൽഫലമായി ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ഒരു +1 മൂല്യം നൽകുവാനും കഴിയുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: ഒരു ഹാഫ് ആഡർ സർക്യൂട്ട് നിർമ്മിക്കാനും ട്രൂത്ത് ടേബിൾ പരിശോധിക്കൽ, ഒരു ഹാഫ് ആഡർ സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടൽ. സർക്യൂട്ടുകൾ അസംബിൾ ചെയ്യുന്നതിന് മുൻപ് എൻഷുർ ചെയ്യുക നമ്മുടെ പക്കൽ ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും ഉണ്ടെന്ന്. നമുക്ക് ഇനി പറയുന്ന ടൂളുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ആവശ്യമാണ്: ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഒരെണ്ണം, ഡിജിറ്റൽ മൾട്ടിമീറ്റർ വിത്ത് പ്രോബ്സ് ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, ട്വീസർ ഒരെണ്ണം. നമുക്ക് താഴെ പറയുന്ന മെറ്റീരിയലുകളും കോമ്പോണന്റുകളും ആവശ്യമാണ്: IC 7400 ഒരെണ്ണം, IC 7486 ഒരെണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്. എന്താണ് ഒരു ഹാഫ് ആഡർ എന്നത് ഒന്നുകൂടി ഓർക്കേണ്ടത് പ്രധാനമാണ്. ഹാഫ് ആഡർ എന്നത് രണ്ട് സിംഗിൾ ബീറ്റ് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. ഇത് ഒറ്റയക്ക ബൈനറി സംഖ്യകളായ എ, ബി എന്നിവയെ ഇൻപുട്ടുകളായി സ്വീകരിക്കുകയും രണ്ട് ഔട്ട്പുട്ടുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സിംഗിൾ ബീറ്റ് ബൈനറി നമ്പറുകളായ എ, ബി എന്നിവയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹാഫ് ആഡർ രണ്ട് ഔട്ട്പുട്ടുകൾ കണക്കാക്കുന്നു: SC. ഇവിടെ S ആണ് തുക, C എന്നത് ക്യാരിയും. ഹാഫ് ആഡർ സർക്യൂട്ടിന്റെ ഓപ്പറേഷനുകൾ എങ്ങനെയെന്ന് നോക്കാം. കേസ് 1. ഇവിടെ A0, B0. ബൈനറി സങ്കലനം അനുസരിച്ച് 0-ൽ തന്നെ തുടങ്ങുന്നു. ലോവർ ഓർഡർ ബീറ്റുകളിൽ നിന്ന് വർധനയില്ലാത്തതിനാൽ ക്യാരി ബീറ്റ് സൃഷ്ടിക്കപ്പെടുന്നില്ല. ആയതിനാൽ S0, C0. കേസ് 2. A0, B1. ഇതിൽ ഔട്ട്പുട്ട് സം ക്യാരിയില്ലാത്ത ഒന്നായി മാറുന്നു. ഒരൊറ്റ സജീവ ബീറ്റ് സമ്മിലേക്ക് നേരിട്ടെത്തുന്നു. ആയതിനാൽ S1, C0. കേസ് 3. A1, B0. ഇവിടെ ക്യാരി ബിറ്റ് ജനറേഷനില്ലാതെ 1 ആയി തുടരുന്നു. ആയതിനാൽ S1, C0. കേസ് 4. A1, B1. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് ക്യാരി ആ അപ്പർ ബീറ്റ് പ്രൊപ്പഗേഷനായി ഒന്നായി മാറുന്നു. അതേസമയം സൃഷ്ടിക്കപ്പെടുന്ന സം 0 ആയതിനാൽ S0, C1. ഈ ട്രൂത്ത് ടേബിൾ ഹാഫ് ആഡറിന്റെ വിവിധ പ്രവർത്തനങ്ങളെ സംഗ്രഹിക്കുന്നു. ICകൾ ഉപയോഗിച്ച് ഹാഫ് ആഡർ സർക്യൂട്ട് നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമുള്ള പ്രൊസീജിയർ നോക്കാം. ഇനി പറയുന്ന സ്റ്റെപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അവയാണ്: സ്റ്റെപ്പ് 1. കോമ്പോണന്റുകൾ പരിശോധിച്ച് ബ്രെഡ്ബോർഡ് സെറ്റപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 2. IC പവർ പിന്നുകൾ +5 വോൾട്ട് ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3. വ്യത്യസ്ത ലെവലിലുള്ള ഇൻപുട്ട് ലഭിക്കാനായി സ്വിച്ചുകൾ അറ്റാച്ച് ചെയ്യുക. സ്റ്റെപ്പ് 4. IC ഔട്ട്പുട്ട് ഒരു റെസിസ്റ്റർ ഉള്ള LED-യുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5. സ്വിച്ചുകൾ ടോഗിൾ ചെയ്ത സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 6. റീഡിംഗുകൾ നിരീക്ഷിച്ച് റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഓരോന്നും വിശദമായി നോക്കാം. തയ്യാറായി കഴിഞ്ഞാൽ ആവശ്യമായ കോമ്പോണന്റുകളെല്ലാം ശേഖരിക്കുകയും അവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതിൽ 7400, 7486 ICകൾ, ബ്രെഡ്ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്റേഴ്സ്, LED എന്നിവ ഉൾപ്പെടുന്നു. ഈ ടാസ്ക് നിർവഹിക്കുന്നതിന് ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ആവശ്യമായ എല്ലാ വിഭാഗങ്ങളും പരിശോധിക്കുക. 7400, 7486 ICകൾ എന്നിവ രണ്ടിന്റെയും ബ്രെഡ്ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്റേഴ്സ്, LED എന്നിവയുടെയും പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ രണ്ട് ICകളും ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. റെഫറൻസിനായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. ട്രെയിനർ കിറ്റിന്റെ +5 വോൾട്ട് പവർ സപ്ലൈ ബ്രെഡ്ബോർഡ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. അടുത്തതായി രണ്ട് ICകളുടെയും 14-ാമത്തെ പിൻ +5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക.
തുടർന്ന് ട്രെയിനർ കിറ്റിന്റെ ഗ്രൗണ്ട് ബ്രെഡ് ബോർഡിന്റെ നെഗറ്റീവ് ടെർമിനലുകളുമായി കണക്ട് ചെയ്യുക. അടുത്തതായി 2 ICയുടെയും പിൻ നമ്പർ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കുക. XOR ഗേറ്റിന്റെ പിൻ നമ്പർ 1 സ്വിച്ച് S1ലേക്കും XOR ഗേറ്റിന്റെ പിൻ 2 സ്വിച്ച് S2ലേക്കും കണക്ട് ചെയ്യുക. NAND ഗേറ്റിന്റെ പിൻ 1 സ്വിച്ച് S1ലേക്കും NAND ഗേറ്റിന്റെ പിൻ 2 സ്വിച്ച് S2ലേക്കും കണക്ട് ചെയ്യുക. XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് 7486 ICയുടെ പിൻ 3 തുക നൽകുന്നു. ഗേറ്റിന്റെ ഔട്ട്പുട്ട് പിൻ 3 ഒരു LED ഇൻഡിക്കേറ്ററുമായി ബന്ധിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ഇതിന്റെ തുക നൽകും. ഇതിന്റെ ക്യാരി ലഭിക്കാൻ ആദ്യത്തെ NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് 7400 ICയുടെ പിൻ നമ്പർ 3 രണ്ടാമത്തെ NAND ഗേറ്റിന്റെ ഇൻപുട്ടുകളുമായി 7400 ICയുടെ പിൻ നമ്പർ 4, 5 എന്നിവ കണക്ട് ചെയ്യുക. IC 7400യുടെ പിൻ നമ്പർ 3, പിൻ നമ്പർ 5 എന്നിവ ഇന്റർകണക്ട് ചെയ്യുക. രണ്ടാം NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് പിൻ നമ്പർ 6ൽ നിന്ന് എടുത്തതാണ്. അത് LED ഇൻഡിക്കേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ക്യാരി നൽകുന്നു. ട്രൂത്ത് ടേബിളിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾ പരിശോധിക്കുന്ന ലോജിക് ലെവലുകൾക്കനുസരിച്ച് സ്വിച്ചുകൾക്ക് 5 വോൾട്ടേജ്, ഒരു ലോജിക് ഹൈ, 0 വോൾട്ട്, ലോജിക് ലോ എന്നിവയ്ക്കിടയിൽ ടോഗിൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. പവർ അപ്പ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ അസംബിൾ ചെയ്ത ഗേറ്റ് സർക്യൂട്ട് പരിശോധിക്കുക. എല്ലാം പരിശോധിച്ച് 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2 എന്നിവ പ്രവർത്തിപ്പിച്ച് ടെസ്റ്റിൽ ആരംഭിക്കുക. കോമ്പിനേഷനുകളുടെ ഓരോ സ്റ്റെപ്പിനും LEDകളുടെ നില നിരീക്ഷിക്കുക. സ്വിച്ച് S1ലോ ആയി സെറ്റ് ചെയ്താലും സ്വിച്ച് S2 ആയി സെറ്റ് ചെയ്താലും സമ്മിന്റെ LED ഔട്ട്പുട്ട് ഓഫും ക്യാരി LED ഓഫും ആയിരിക്കണം. സ്വിച്ച് S1ലോ ആയി സെറ്റ് ചെയ്താലും സ്വിച്ച് S2 ഹൈ ആയി സെറ്റ് ചെയ്താലും സമ്മിന്റെ LED ഔട്ട്പുട്ട് ഓണും ക്യാരി LED ഓഫും ആയിരിക്കണം. സ്വിച്ച് S1 ഹൈ ആയി സെറ്റ് ചെയ്താലും സ്വിച്ച് S2 ലോ ആയി സെറ്റ് ചെയ്താലും സമ്മിന്റെ LED ഔട്ട്പുട്ട് ഓണും ക്യാരി LED ഓഫുമായിരിക്കണം. സ്വിച്ച് S1 ഹൈ ആയി സെറ്റ് ചെയ്താലും സ്വിച്ച് S2 ലോ ആയി സെറ്റ് ചെയ്താലും സമ്മിന്റെ LED ഔട്ട്പുട്ട് ഓഫും ക്യാരി LED ഓണുമായിരിക്കണം. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ച കാര്യങ്ങൾ: ഐസികൾ ഉപയോഗിച്ച് ഒരു ഹാഫ് ആഡർ സർക്യൂട്ട് നിർമ്മിക്കലും ട്രൂത്ത് ടേബിളുകൾ പരിശോധിക്കലും, ഹാഫ് ആഡർ സർക്യൂട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടൽ. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.